ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഇക്ക പറഞ്ഞു, അലക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇക്ക പറഞ്ഞു എനിക്ക് നേരത്തെ പോകണം, ഒരു 7:15 ആകുമ്പോഴത്തേക്കും പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അലക്കൊക്കെ നമ്മൾ പെൻഡിങ് ആക്കി വെച്ചു. വേഗം തന്നെ അടുക്കളയിൽ കയറി ഞാൻ എൻ്റെ ബ്രൂ കോഫി കുടിച്ചു. വേഗം ഉണ്ടാക്കാൻ പറ്റിയത് നമുക്ക് ഉപ്പുമാവാണ്. വേഗം തന്നെ ഉപ്പുമാവിനൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഉപ്പുമാവും പഴവും ആക്കാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇക്ക പറഞ്ഞു ഇക്കാക്ക് പഴം വേണ്ട, എനിക്ക് 2 മുട്ട എടുത്തിട്ടൊന്ന് ഗ്രേവി അടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു, അതായത് മുട്ടക്കറി. വേഗം തന്നെ ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചേക്കണ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളം ഒഴിച്ചു തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റവ ഇട്ട് കൊടുത്തു. റവ ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഈ ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ് ഉപ്പുമാവിന്. അത് ഞാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. കുറച്ച് തേങ്ങ ചിരുവീതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ല സോഫ്റ്റ് ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം തന്നെ വേഗം തന്നെ ഞാൻ മുട്ടയ്ക്കുള്ള ഗ്രേവിയും തയ്യാറാക്കിയെടുത്തു. അപ്പോൾ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി വലിയ പണിയൊന്നും ഇല്ല എന്നായിരുന്നു എൻ്റെ വിചാരം. ഞാൻ പാത്രമൊക്കെ അപ്പോൾ കഴുകി വെച്ചായിരുന്നു, പാത്രം ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഇക്കു എനിക്ക് 8ൻ്റെ പണിയുമായി വന്നിട്ടുണ്ട്. വലിയ ചാള അല്ല, ചെറിയ ചാള, നമ്മുടെ ഏതായത് ചെറുവിരലിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത ചാളയാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത്. ഇതെപ്പോൾ നന്നാക്കി തീരുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അരിക്ക് വെള്ളം വെച്ചു, അരിക്ക് വെള്ളം വെച്ച് അരിയിട്ട് ഞാൻ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മീൻ നന്നാക്കാനിരുന്നത്. അല്ലെങ്കിൽ പിന്നെ 8ൻ്റെ പണി കിട്ടും എനിക്ക്. അപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ നന്നാക്കി ഞാൻ എടുത്തു. ചട്ടി നിറച്ച് മീനുണ്ടായിരുന്നു. പക്ഷേ നന്നാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ. കറി വെച്ചാലും പൊരിച്ചാലും പിന്നെ പീര വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഞാൻ കൊഴുവ പീര വയ്ക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി ചാള വാങ്ങി ഒരു ദിവസം പീര വെച്ച് നോക്കാം നമുക്ക്. നല്ല ടേസ്റ്റാട്ടോ, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അന്നേരം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നമുക്ക് വറുക്കാൻ ആവശ്യമായ മീനിനകത്തേക്ക് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഭക്ഷണം അതായത് ചോറുണ്ണുന്നതിന് കുറച്ച് നേരം മുമ്പാട്ടോ മീൻ വറക്കത്തുള്ളൂ. പിന്നെ നമ്മൾ മീൻ വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവയിട്ട് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. തക്കാളി ഞാൻ അരച്ചും ചേർക്കാറുണ്ട് കേട്ടോ, കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടത്. അത് റെഡിയായി വന്നപ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ട് വരട്ടി വന്ന് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴാട്ടോ നമ്മൾ കഷ്ണങ്ങളൊക്കെ പറക്കിയിടുന്നത്. തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കഷ്ണങ്ങളെല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. മീൻ കറി കൂട്ടാൻ നല്ല രസമാണ്, പക്ഷെ നന്നാക്കാൻ 2 മണിക്കൂറോളം ഞാൻ ഇതിനകത്ത് വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം, കമൻ്റ് ഇടണം. വീഡിയോ ഒന്നും ആരും കാണുന്നില്ല. എൻ്റെ ചാനലിൽ പോയി നിങ്ങൾ നോക്കി അറിയാം, 10 വ്യൂസ് 20 വ്യൂസ് കൂടുതലൊന്നും വീഡിയോ ഇല്ല. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.